ഒരു ഫീമെയിലിൽ അവരുടെ ഫെമിനിറ്റി എത്രയായിരിക്കണം, ഒരു പുരുഷനിൽ അവരുടെ മാസ്കുലിനിറ്റി എത്രയായിരിക്കണം, ഫെമിനിറ്റി എത്ര ആയിരിക്കണം, നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അക്കോർഡിംഗ് ടു യുവർ ടേംസ്, ഇപ്പൊ അപർണന്റെ ടേംസിൽ യു ആർ എ വുമൻ ആൻഡ് യു ഹാവ് എ ഡിഗ്രി ഓഫ് ഫെമിനിറ്റി ആൻഡ് യു മൈറ്റ് ഹാവ് എ ഡിഗ്രി ഓഫ് മാസ്കുലിനിറ്റി ആസ് വെൽ. അത് അപർണയ്ക്ക് എത്ര കംഫർട്ടബിൾ ആണോ അതിൽ അപർണ ജീവിച്ചോളൂ. സെയിം വേ, ഇഫ് ഐ എം എ മാൻ, ഇഫ് ഐ എം സോ കംഫർട്ടബിൾ വിത്ത് മൈ സ്കിൻ, ഐ എം സോ ഗുഡ് അറ്റ് embracing my feminine side, I love that, I'm doing it, I'm not coming and questioning. നിങ്ങൾ നിങ്ങളുടെ എത്ര ഫെമിനിറ്റിയും മസ്കുലിനിറ്റിയും എംബ്രേസ് ചെയ്യുന്നുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരത്തില്ല. സോ ലെറ്റ് പീപ്പിൾ ലിവ്. എന്നവർക്ക് എങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കാൻ വിട്ടൂടെ. ആൻഡ് ഓൾസോ കുറെ ആൾക്കാർക്ക് ഇതൊന്നും സംസാരിക്കുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ബിക്കോസ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓൾസോ എന്റെ കുട്ടികൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഞാനിപ്പോ ചോദിച്ചോട്ടെ, ഇപ്പോ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ജിയോമെട്രി മനസ്സിലാവത്തില്ല, പക്ഷെ ജിയോമെട്രി തിരികെ കയറ്റി വായിലേക്ക് കുത്തി വെച്ച് കൊടുക്കാറുണ്ടോ? Then why can't you tell, why is it so hard to tell people two people are in love? രണ്ട് മനുഷ്യര് സ്നേഹിക്കുന്നെന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇഫ് കുട്ടികൾക്ക് മനസ്സിലാവാത്ത എല്ലാം കുട്ടികളിൽ തിരികെ കയറ്റി കൊടുക്കാമെങ്കിൽ രണ്ട് മനുഷ്യര് പ്രണയിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ല, അതിൽ മനസ്സിലാക്കേണ്ട യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.